ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം കേട്ടോ. സ്കാനിങ്ങും ഡോക്ടർ വിസിറ്റും എല്ലാം ഉണ്ട്. രാവിലെ 8:30 ആകുമ്പോഴേക്കും എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 7-7:15 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. സമയം 7 മണിക്കാണ് ഞാൻ ഈ ഇരുന്ന് റെഡി ആവുന്നത്. അതുകൊണ്ട് അവിടുന്ന് അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ ഓരോന്ന് പറയുന്നുണ്ട്. രാവിലെ നേരത്തെ തന്നെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കാനിങ്ങിന് നമുക്ക് ടോക്കൺ കിട്ടിയില്ല. പകരം നമ്മളോട് പറഞ്ഞത് നേരിട്ട് വന്നിട്ട് ഒപ്പി എടുത്തോളൂ, ടോക്കണൊക്കെ ഫില്ലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എത്രയോ ദിവസം മുമ്പ് എടുക്കാൻ കൊടുത്താൽ കേട്ടോ. പക്ഷേ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ തിരക്ക് മനസ്സിലായി കിട്ടാതിരുന്നപ്പോൾ അവിടെ ബഹ്റൈനിൽ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും ഈവനിങ് ടൈമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. കാരണം നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളാണെങ്കിലും കംഫർട്ടബിൾ ആണ് ആ ടൈം എന്ന് പറയുന്നത്. നമുക്കാണെങ്കിലും ലീവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറാണെങ്കിലും അവൈലബിൾ ആണ്. സ്കാനിങ്ങിനാണെങ്കിലും നമുക്കൊരു ഉച്ച കഴിഞ്ഞ് ഒരു 4 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അതെല്ലാം സെറ്റ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ രാവിലെ മുതൽ ഒരു ദിവസത്തെ ചടങ്ങാണ് ഹോസ്പിറ്റലിൽ പോക്കെന്ന് എനിക്ക് ഈ ഒരൊറ്റ ദിവസത്തോടു കൂടെ മനസ്സിലായി. എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഫുഡൊക്കെ വാരി തന്ന് സമയം ഓൾറെഡി ലേറ്റ് ആക്കേണ്ട, നേരത്തെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരത്തെ പോയി. ഏട്ടൻ്റെ ചിരിയുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അൽഷിഫയിലാണ് കാണിക്കുന്നതെന്ന്. അവിടെ മെഡോറ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ഗൈനക്ക്, മെറ്റേണിറ്റി, വുമൻ, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു അവരുടെ മാത്രം സ്പെസിഫിക് ഏരിയ. അവിടെയാണ് നമ്മൾ കാണിച്ചത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സ്കാനിങ്ങിൽ. കാത്തിരുന്ന് എൻ്റെ പാവ ഏട്ടൻ ഉറങ്ങിപ്പോയി. ഏട്ടൻ മാത്രമല്ല കേട്ടോ, ഞാനും അമ്മ എല്ലാവരും ടയേർഡായി ഇത് കഴിഞ്ഞപ്പോഴേക്കെന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പതിവില്ലാത്ത ഒരു റെസ്റ്റും പറഞ്ഞതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ച് ടയേർഡായി നമ്മുടെ അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയപ്പോഴാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. പാരാമൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ശേഷം ടാറ്റാ.